നമസ്കാരം. ഞാൻ രാജൻ വടക്കേക്കുടി. നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ കൃഷി വീഡിയോയാണ്. പഴയതും പുതിയതും കാണാം. ഇത് ഞങ്ങളുടെ ഒരു കൂട്ടുകപ്പ കൃഷിയാണ്. 2 മാസം കഴിഞ്ഞാൽ വിളവെടുക്കാം. വേനൽക്കാലത്ത് മഴ കുറവായതുകൊണ്ട് ഒരല്പം ക്ഷീണമൊക്കെ സംഭവിച്ചിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, നല്ല കൃഷിയാണ്. ഇപ്പോൾ സമൃദ്ധിയായിട്ട് മഴ കിട്ടുന്നത് കൊണ്ട് നല്ല വിളവ് ലഭിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 1200ഓളം മൂട് കപ്പയാണ് ഇതിനകത്തുള്ളത്. ഈ കപ്പ ഇടുമ്പോൾ തന്നെ വളരെയധികം ശ്രദ്ധിച്ചാണ് നമ്മൾ കൈകാര്യം ചെയ്തത്. ഒരുമിച്ചല്ലല്ലോ പറിക്കുന്നത്. അപ്പോൾ പറിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു 2 മാസക്കാലം പറിച്ചെടുക്കുന്ന അല്ലെങ്കിൽ വിൽക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കപ്പ ആദ്യം നട്ട കപ്പയേക്കാൾ 2 മാസത്തെ മൂപ്പ് കുറവാണ്. ഈ കപ്പയാണ് കൂടുതലായിട്ട് 2 മാസം കഴിയുമ്പോൾ പറിക്കാൻ ഉള്ളത്. ഈ കപ്പയും ഒരല്പം മൂപ്പ് കുറഞ്ഞ കപ്പയാട്ടോ. നമുക്ക് കപ്പ കൃഷി മാത്രമല്ല കേട്ടോ. ഇത് കണ്ടില്ലേ, ഇത് നമ്മുടെ ഏത്തവാഴ കൃഷിയാണ്. അപ്പോൾ ഏത്തവാഴയ്ക്ക് ഇടവിളയായിട്ട് ബീൻസ് നട്ടിരിക്കുന്നത്, കുറ്റി ബീൻസ് പൂവായിട്ടോ. മഴ ഒരല്പം കുറവായിരുന്നു. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ആ മഴ പെയ്തപ്പോൾ ഉണ്ടായ പെട്ടെന്നൊരു ഉണർവാണ് കൃഷികൾക്കൊക്കെ ഉണ്ടായിട്ടുള്ളത്. കുറ്റി ബീൻസ് പൂവായി നിൽക്കുന്ന കുറ്റി ബീൻസ് ഇപ്പോൾ ഒരു 15 ദിവസം കഴിഞ്ഞാൽ പറിച്ചെടുക്കാൻ പറ്റും. ഇല്ലേ, കുറ്റി ബീൻസ് പൂവായി നിൽക്കുന്നത്. ആ വാഴയ്ക്ക് നമ്മളൊരു വളം കൊടുത്തായിരുന്നു കേട്ടോ. പിന്നെ മഴ പെയ്യാൻ താമസിച്ചതുകൊണ്ട് വളം കലക്കി ഒഴിക്കുക ചെയ്തത്. ഒരല്പം രാസവളവും പിന്നെ ഒരല്പം ചാണകവും ഒക്കെ ചേർത്താണ് നമ്മൾ വളം ഇട്ടിരിക്കുന്നത്. നമ്മുടെ വാഴക്കൃഷിയോട് ചേർന്ന് നിൽക്കുന്നത് ചേമ്പാണ്. ഇവിടെ നാടൻ ചേമ്പെന്ന് പറയും, പിന്നെ കണ്ടിച്ചേമ്പെന്ന് പറയും. അങ്ങനെ പല രീതിയിലുള്ള പേരുകളിൽ അറിയപ്പെടുന്ന ഈ ചേമ്പ് നല്ല ഭക്ഷ്യയോഗ്യമായ ഒരു വിഭവമാണ്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കൂടുതലായിട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ ചേമ്പിനകത്ത് ചീര നട്ടായിരുന്നു. അതായത് കണ്ടോ, ചേമ്പിനകത്ത് ചീര നട്ടിട്ട് നല്ല ഉണക്കായിരുന്നു ഒരു 2 ആഴ്ചത്തേക്ക്. മഴയൊന്നും പെയ്തില്ല. അത് കാരണം ശരിക്കും മുളച്ച് കിട്ടിയിട്ടില്ല. എന്നാൽ പല ഭാഗത്തും മുളച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചേമ്പിനകത്ത് കുറച്ച് ചീര വിത്ത് കൂടി ഉടൻ തന്നെ നമുക്ക് സംഘടിപ്പിച്ചിടേണ്ടതായിട്ട് വരും. ഈ ചേമ്പിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഈ സ്ഥലം കൂടി നമുക്ക് കൃഷിയോഗ്യമാക്കണം. പണിത്തിരക്ക് കൊണ്ടാണ് അവിടെ നമുക്ക് ചെയ്തു തീർക്കാൻ കഴിയാതെ വന്നത്. വണ്ടി കൊണ്ടുവന്ന് വേണം പണിയാനായിട്ട്. അതുപോലെ തിക്ക് പള്ളയാണ്. അപ്പോൾ നമ്മൾ ചേന നട്ടിരിക്കുന്നത് കാണുമ്പോൾ ചേന മുളച്ചില്ലല്ലോ എന്ന് തോന്നും. അതെ, ചേന മുളച്ചിട്ടില്ല കേട്ടോ. നടാനൊരല്പം താമസിച്ചായിരുന്നു. മഴക്കുറവ് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. ഒരു 2 മാസമെങ്കിലും ഇവിടെ മഴ പെയ്യാതിരുന്നു. 2-3 മാസം വേനൽ മഴ സമയത്ത് കിട്ടിയില്ലാത്തത് കൊണ്ട് ഇവിടെ വെള്ളം കോരി ഒഴിക്കാനുള്ള സൗകര്യവും കുറവാണ്. നമ്മുടെ പയർ കൃഷി ഒക്കെ തീരാറായിട്ടോ. ഒരുപാട് പയർ കിട്ടി. എങ്ങനെയായിരിക്കും ഒരു വേനൽക്കാലത്തുള്ള വിളവ് എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ പയർ കൃഷി ഇങ്ങനെ ചെയ്തതാണ്. പയർ കൃഷി ദോഷമൊന്നുമില്ലായിരുന്നു, ഇഷ്ടം പോലെ പയർ കിട്ടി. അപ്പോൾ നമ്മുടെ ചേനയിലേക്ക് വരാം. ചേനയ്ക്ക് ഭയങ്കര വിലയാണല്ലോ വിത്തിന്. അതുകൊണ്ട് കുറച്ചേ നട്ടുള്ളൂ. അടുത്ത കൊല്ലം കൂടുതലായിട്ട് നടാമല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെ നട്ടത്. പിന്നെ ഈ ചേനയുടെ ഇടയിൽ നമ്മൾ പയർ കൃഷി ചെയ്തിരിക്കുക. ഇത് കണ്ടില്ലേ, ചേനയുടെ ഇടയിൽ പയർ കൃഷി ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് വെള്ളം മുളച്ചു. ഇതുണ്ടല്ല പയർ. അപ്പോൾ ഇതങ്ങനെ പടർത്തി വിട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പയറും കിട്ടും. ഇഞ്ചിപ്പയർ നട്ടിരിക്കുന്നത്, കുറച്ച് പയറും കിട്ടും. തന്നെയല്ല, അതിൻ്റെ വിളവ് അങ്ങോട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ചേനയുടെ ചുവട്ടിലേക്ക് ആ പയർ പറിച്ചിട്ട് മൂടുകയും ചെയ്യാം. മാത്രമല്ല, ഇവിടെ എല്ലാം പയറിൻ്റെ ഇത് അങ്ങോട്ട് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വളരെ അധികം പള്ള മുളയ്ക്കുകയില്ല. അതുകൊണ്ട് ആണ് നമ്മളിങ്ങനെ ചെയ്തിരിക്കുന്നത്.
അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് കപ്പ. ഈ കപ്പ കൃഷിക്കകത്ത് ഇടവിളയായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് ബീൻസാണ്. മുളച്ച് വരുന്നതേ ഉള്ളൂ കേട്ടോ. ഇതുണ്ടല്ലേ, ബീൻസ് മുളച്ച് വരുന്നതേ ഉള്ളൂ. കപ്പയാണെങ്കിലും ചെറുതായിട്ട് മുളച്ച് ഒരരയടി പൊക്കമല്ലേ ആയുള്ളൂ. കപ്പയ്ക്കിപ്പോൾ വളം ചെയ്യാറായിട്ടുണ്ട്. ഒരല്പം ചാണകവെള്ളമൊക്കെ ഒഴിക്കുന്നത് വളരെ നല്ലതാണ്. ഈ കപ്പയെപ്പറ്റി പറഞ്ഞാൽ അല്പം പോലും കയ്പില്ലാത്ത കപ്പയാണ്. കയ്പില്ലാത്ത കപ്പ ഈ സമയത്ത് നട്ട് കഴിഞ്ഞാൽ നല്ല മാർക്കറ്റാണ്. അത് തന്നെയല്ല, ഈ കണ്ടമായതുകൊണ്ട് നന്നായിട്ട് കപ്പ ഉണ്ടാകുകയും ചെയ്യും. ഇവിടുത്തെ ബീൻസ് കുറച്ചുകൂടി പൊങ്ങിയിട്ടുണ്ട്. നമ്മൾ ഓരോ ദിവസവും വിത്ത് കിട്ടുന്നതനുസരിച്ചാണ് ഇവിടെ ബീൻസ് അതുപോലുള്ള കൃഷികാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ആദ്യം തന്നെ വിത്തിട്ടു, ബീൻസ് വിത്ത്. അതുകൊണ്ട് അത് നന്നായിട്ട് മുളച്ച് കിട്ടുകയും ചെയ്തു. ഇനി നമുക്ക് അപ്പുറത്തെ കൃഷി ഒന്ന് കാണാം, കപ്പ കൃഷി. ഇവിടെയൊക്കെ ബീൻസ് നന്നായിട്ട് മുളച്ച് പൊങ്ങിയിട്ടുണ്ട്. വളം കൊടുക്കാറായിട്ടുണ്ട്. ചാണകവെള്ളം ഒഴിച്ചാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. നമ്മൾ ആദ്യം കണ്ട കപ്പയുടെ ടൈപ്പ് അല്ലത്. ഇതാണ് പത്തിലട്ടൻ കപ്പ എന്ന് പറയും. ഈ കപ്പ കുമ്പക്കപ്പ എന്നാണ് സാധാരണ പറയാറുള്ളത്. അപ്പോൾ ഈ കപ്പ വാട്ടി ഉണങ്ങുന്ന കപ്പയാണ്. വാട്ടി ഉണങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കപ്പ നട്ടിരിക്കുന്നത്. കണ്ടമായതുകൊണ്ട് നല്ല വിളവായിരിക്കും. ഇതിനും വളം കൊടുക്കാറായിട്ടുണ്ട്. അതുപോലെ തന്നെ ബീൻസിനും വളം കൊടുക്കാറായിട്ടുണ്ട്. മുഴുവൻ ബീൻസാണ് നട്ടിരിക്കുന്നത്. ഇവിടെ മുതൽ അങ്ങേറ്റം വരെ ബീൻസ് നട്ടിരിക്കുന്നത് ഈ കപ്പയുടെ ഇടവിളയായിട്ട്. ഈ സ്ഥലവും കൂടി പണിതെടുത്ത് കഴിയുമ്പോൾ ഏതാണ്ടൊരു 2 ഏക്കർ മിച്ചം സ്ഥലം നമ്മുടെ കൃഷിക്ക് വേണ്ടിയിട്ട്. തീർച്ചയായിട്ടും കഠിനമായ ജോലി ഇതിനകത്ത് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പം നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഏതാണ്ടൊരു 12-13 ഇനം കപ്പയടക്കമുള്ള വാഴയടക്കമുള്ള കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. ഓഗസ്റ്റ് സെപ്റ്റംബർ ആകുമ്പോൾ നമുക്ക് വള്ളിപ്പയർ കൃഷി ചെയ്യാനുണ്ട്. അതുപോലെ എന്തെല്ലാം കൃഷി ഇതിനകത്ത് ചെയ്യാമോ അതെല്ലാം നമുക്ക് ചെയ്യണം. ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.